ശ്രീരാമകൃഷ്ണ വചനാമൃതം. മനുഷ്യനെ ശ്രീരാമകൃഷ്ണദേവൻ വിശേഷിപ്പിക്കുന്നത് പച്ച തേങ്ങ പോലെയാണ്. ചിലർ പച്ച തേങ്ങയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അത് എത്ര ചുരണ്ടിയാലും അതിൻ്റെ കുറേ അംശങ്ങൾ ചിരട്ടയിൽ തന്നെ ശേഷിക്കും. മനുഷ്യൻ എത്രയൊക്കെ വിചാരിച്ചാലും ഈ ലോകത്ത് ഈ മായയിൽപ്പെട്ട് കുടുങ്ങിയിരിക്കുക. ഈ മായയാണ് തേങ്ങയുടെ ചിരട്ട. അതിൻ്റെ കാമ്പാണ് നമ്മുടെ ആത്മാവ്, അല്ലെങ്കിൽ നമ്മുടെ ആത്മസ്വരൂപം. അപ്പോൾ എത്രയൊക്കെ നമ്മൾ നമ്മുടെ ആത്മസ്വരൂപത്തെ ഈ ലോകത്തുനിന്ന് വിടർത്തിയെടുക്കാൻ ശ്രമിച്ചാലും കുറേയൊക്കെ അതിൽ പറ്റിപ്പിടിച്ചിരിക്കും. അത് പൂർണ്ണമായും പോവില്ല. ലൗകിക സ്വഭാവം എന്ന് ഇവിടെ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ, അഹന്ത, ഇതൊക്കെ തന്നെയാണ്. അതേസമയം ഉണങ്ങിയ തേങ്ങയുടെ പ്രത്യേകത എന്താണ്? ഉണങ്ങിയ തേങ്ങയ്ക്കകത്തുള്ള കാമ്പ് ആ ചിരട്ടയിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കും. ആ ചിരട്ടയുമായിട്ട് ഒരു ബന്ധവും കാണില്ല. അതായത് ഈ ചിരട്ടയാകുന്ന ഈ ലൗകിക അംശത്തെ പാകം വന്ന, ഉണങ്ങിയ എന്ന് പറയുമ്പോൾ പാകം വന്ന അവസ്ഥ എന്നാണ്. ഒരു തേങ്ങ വളരെയധികം ഉണങ്ങി പാകം വന്ന് കൊപ്രയായി മാറി. പാകം വന്നു, അങ്ങനെ പാകം വരുമ്പോഴാണ് അത് കൊപ്ര പരുവത്തിലായി. അപ്പോൾ പെട്ടെന്ന് ഈ ലോകവുമായിട്ട് അറ്റാച്ച്ഡ് ആവില്ല, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കില്ല. അതാണ് പാകപ്പെട്ട ഒരു മനുഷ്യൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, പരമാവധി നമ്മുടെ ഉള്ളിലുള്ള അഹന്തയും അഹംബോധവും അഹങ്കാരവും ഒക്കെ പരമാവധി പരിപാകപ്പെടുത്തി ഈ ലൗകികമായ അവസ്ഥകളിൽ നിന്ന്, ഒരു കൊപ്ര എങ്ങനെയാണോ തേങ്ങയുടെ ചിരട്ടയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്, അതേപോലെ പരിപൂർണമായി നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയുമ്പോൾ, ആ പാകപ്പെട്ട മനസ്സ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ശാശ്വതമായ സമാധാനം നമുക്ക് ലഭിക്കുന്നത് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു.